ഹലോ എവരിവൺ, മാച്ചബിൾ ബേസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രുചിയേറും വിഭവമായ ചിക്കൻ വളർത്തിയതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ വീട്ടിൽ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യങ്ങളെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്, അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 1/4 വേവായപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, കാരണം ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമ്മളിതൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ എടുക്കുക. പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ എത്രത്തോളം എടുക്കണമെന്നനുസരിച്ചിട്ടായിരിക്കും പൊടികളുടെ വ്യത്യാസം വരാം. അപ്പോൾ ഇടേണ്ട പൊടികൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറിയതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ചിക്കൻ പുഴുങ്ങി വെച്ചിട്ട് നമ്മളിതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ചിക്കൻ എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങിയപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇടുന്ന പൊടികൾക്ക് വ്യത്യാസം വേണമെന്നുണ്ട്, പെരിവ് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ബാലൻസ് ചെയ്ത് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. പിന്നെ അത് ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒരു ഭംഗിക്ക് മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉലർത്തി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം.